രജീഷ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. സത്യമായിട്ടും ഇനി എങ്ങനെ കൂട്ടിയാലും എങ്ങനെ കിഴിച്ചാലും അവര് തനി തങ്ക. ഉറപ്പാണോ? പിന്നെ 916 ഉറപ്പ്. മന്ദാരമലമേലെ കുമ്പാരമഴ മേഘം ഇടയും നേരത്തെ കാറ്റാണു നീ. ആരാ മനസ്സിലായില്ലല്ലോ? ചേട്ടന് മനസ്സിലായില്ലേ? ഇല്ല. എടാ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ മല്ലേ? ഇല്ല. ആരാ? ഞാനാണ്. ഇവതൂരിനെ ഇവിടെ കണ്ടല്ലോ. പൊതുവാൾ മാഷ. മന്ദാരമലമേലെ കുമ്പാരമഴ മേഘം ഇടയും നേരത്തെ കാറ്റാണു നീ. എന്തൊക്കെ ബഹളമായിരുന്നു. ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ട്, പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, ഓലക്കര മൂട് അങ്ങനെ പവനായി ശവമായി. ഏത് ശവിക്കപ്പെട്ട സമയത്താണ്, എന്തിനാണ് ഞാനിതൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല. അഷ്ടകാൽക്ക് സമയമേ കോണകവാൽ ബി പാമ്പ് ഹോത്താ ഹേ. ഐറ്റം ഡാൻസിൽ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഐറ്റം ഡാൻസിൽ വരുന്ന പാട്ട്, പാട്ടിന്റെ ലിറിക്സ്, അതിൽ കാണിക്കുന്ന മൂവ്സ്, വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പോയിരിക്കുന്ന സൂം ഔട്ട്, വയറ്, കൈ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി. എങ്ങനെയാണ് നമ്മൾ ഓരോരോ ബോഡി പാർട്ടിനെയും കാണിക്കുന്നത്, ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്, പാട്ടിൽ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്, ഇതാണ് ഒരു ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നത്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. ഹ്യൂമൻ ബോഡീനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യം. അറിയാമോ? എനിക്കത് ഇഷ്ടമില്ല. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. അല്ലാതെ കോൺഫിഡൻസ് ആയിട്ട് നോ ഇഷ്യൂസ്. തിങ് ഈസ് ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഒബ്ജക്ടിഫൈ എ ഹ്യൂമൻ ബോഡി. മതി നിർത്ത്. ഇനി ഞാനിവിടെ നിന്നാ എന്റെ ശവം ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അതിലും നല്ലത് ആരും കാണാതെ രക്ഷപ്പെടുക.